സാറേ ഞങ്ങൾ 8ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അപ്പൊ അതല്ല എടാ, നമ്മൾ ക്രിസ്മസ് എക്സാമിന് വേണ്ടി പഠിച്ചു തുടങ്ങാന്നൊക്കെ നല്ല അതിയായ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഈ ഒരു ക്രിസ്മസ് എക്സാമിനൊക്കെ പഠിച്ചു തുടങ്ങുന്നത് നിങ്ങൾക്ക് ഒരു വെൽ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ചാപ്റ്റർ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ വേണ്ടേ? അത് ഞങ്ങൾ സ്വന്തമായിട്ട് നിർമ്മിക്കാൻ തീരുമാനിച്ചു, മറ്റുള്ളത് ആരും എടുക്കുന്നില്ല. അപ്പൊ ഞങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അങ്ങനെയെങ്കിൽ അവർക്കുള്ള വീഡിയോ ആണ് ഇത്. അതായത് ഹിയർ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ആസ് എ ക്ലാസ് 8 നിങ്ങൾ ഒരു 8ാം ക്ലാസ്സിന്റെ കുട്ടിയാണെങ്കിൽ നിങ്ങൾ പഠിച്ചിരിക്കേണ്ട ചാപ്റ്ററുകളുടെ ലിസ്റ്റ് ആണ് നമ്മൾ തരാൻ പോകുന്നത്. ലിസ്റ്റിന്റെ വഴിയില്ല, കുറച്ച് ചാപ്റ്റേഴ്സ് ഉള്ളു. അപ്പൊ ചോദിച്ചാൽ മറ്റൊരു ഡൗട്ട് ചോദിക്കട്ടെ, ഓണപ്പരീക്ഷയ്ക്ക് വന്ന ചോദ്യങ്ങൾ ഇവിടെ വരുമോ? ഉണ്ടോ? ഒരു 10% ആ ഓണപ്പരീക്ഷയ്ക്ക് വന്ന ക്വസ്റ്റ്യൻസും ഇവിടെ അതൊന്ന് നോക്കി വെക്കാം. ഓക്കെ, ആൻഡ് ഫസ്റ്റ് നമ്മൾ നോക്കാം. മാത്സ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 5ാമത്തെ ചാപ്റ്റർ, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ഏകദേശം 6 ചാപ്റ്റേഴ്സോളം നിങ്ങൾക്ക് മാത്സിൽ പഠിക്കാനുണ്ട്. സൊല്യൂഷൻ ഓഫ് ഇക്വേഷൻ, ന്യൂ നമ്പേഴ്സ്, ബൈസെക്ടേഴ്സ്, റേഷ്യോ, സർക്കിൾസ്, ഡെസിമൽ ഫോംസ്, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ സാർ 10ാമത്തെ ചാപ്റ്റർ ഫോക്കസ് കൊടുത്തില്ലെങ്കിൽ ബാക്കിയുള്ള 9 ചാപ്റ്റർ, ബാക്കിയുള്ള 5, 6, 7, 8, 9 ചാപ്റ്ററും വളരെ ഉറപ്പായിട്ടും വെൽ സ്ട്രക്ചേർഡ് ആൻഡ് ക്ലിയറൻസ് ആയിട്ട് പഠിച്ചു വെച്ചിരിക്കണം. പിന്നെയോ ബയോളജിയുടെ കേസിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് 9ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് പാർട്ട് ടെക്സ്റ്റ് ബുക്കിലെ 16ാമത്തതും 17ാമത്തതുമായ ചാപ്റ്ററാണ് പഠിക്കാനുള്ളത്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് പാർട്ടിലെ 9ാമത്തെ ചാപ്റ്ററും അതേപോലെ സെക്കൻഡ് പാർട്ടിലെ 16ാമത്തെ ചാപ്റ്റർ പിന്നെ 17ാമത്തെ ചാപ്റ്റർ ഒരു പകുതി വരെയാണ് പഠിച്ചു വെക്കാറുള്ളത്. റെഡി അല്ലേടാ? ശരിയാണ് സാർ. പിന്നെയോ എടാ, കെമിസ്ട്രിയിലേക്ക് വരികയാണെങ്കിൽ അവിടെ 6ാമത്തെ ചാപ്റ്റർ, 13ാമത്തെ ചാപ്റ്റർ, 14ാമത്തെ ചാപ്റ്റർ, ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് കെമിസ്ട്രിയിൽ ഒരു 8ാം ക്ലാസ്സിലെ കുട്ടി പഠിച്ചിരിക്കുന്നത്. പിന്നെയോ ഫിസിക്സിൽ 3ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ, 11ാമത്തെ ചാപ്റ്റർ, ഈ ഒരു 3 ചാപ്റ്റേഴ്സ് ആണ് ആസ് എ ക്ലാസ് 8 സ്റ്റുഡന്റ് ആയി നിങ്ങൾ പഠിച്ചു. ക്ലിയറൻസ് അല്ലേ? ആണ് സാർ, ക്ലിയർ ആണ്. പിന്നെയോ സോഷ്യൽ സയൻസിൽ നോക്കുക. സോഷ്യൽ സയൻസിൽ ഇവിടെയും 6 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 5ാമത്തെ ചാപ്റ്റർ ഉണ്ട്, 6ാമത്തെ ചാപ്റ്റർ, 7ാമത്തെ ചാപ്റ്റർ, 8ാമത്തെ ചാപ്റ്റർ, 9ാമത്തെ ചാപ്റ്റർ, 10ാമത്തെ ചാപ്റ്റർ, ഈ ഒരു 10 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. വീണ്ടും പറയുന്നു, ഓണം എക്സാമിന്റെ പോർഷൻ എടുത്ത് നോക്കണേ. ഒരു 10-15% അവിടുന്ന് ചോദ്യം ചോദിക്കാൻ സാധ്യത കൂടുതലുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2ലെ ഒരു ചാപ്റ്റർ ഇവിടെ ഇൻക്ലൂഡഡ് ആണ്. അതേപോലെ യൂണിറ്റ് 3 മുഴുവനും യൂണിറ്റ് 4 മുഴുവനും എക്സാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. നോട്ട് ചെയ്ത് വെക്കൂലേ സാർ? നോട്ട് ചെയ്ത് വെക്കാം. പിന്നെയോ മലയാളം സെക്കൻഡിലേക്ക് വരികയാണെങ്കിൽ യൂണിറ്റ് 2 മുഴുവനും നിങ്ങൾക്ക് എന്തുണ്ട്? മലയാളം സെക്കൻഡ് ഓണം എന്ന് പറയുന്നില്ല, ക്രിസ്മസ് എക്സാമിനേഷൻ കേട്ടോ. പിന്നെയോ ഹിന്ദി നോക്കടാ. ഹിന്ദിയിൽ യൂണിറ്റ് 2ലെ 2ാമത്തെ ചാപ്റ്റർ, യൂണിറ്റ് 3 മുഴുവനും ഉണ്ട്, യൂണിറ്റ് 4ലെ ഒരു ചാപ്റ്ററുമാണ് നിങ്ങൾക്ക് പഠിക്കാൻ. ക്ലിയർ അല്ലടാ? യൂണിറ്റ് 2ലെ 2ാമത്തെ ചാപ്റ്ററും യൂണിറ്റ് 3 മുഴുവനും ഉണ്ട്, യൂണിറ്റ് 4ലെ 1ാമത്തെ ചാപ്റ്റർ. അവിടെ ലിസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട്. പിന്നെയോ അറബി ഉറുദു എടുക്കുകയാണെങ്കിൽ അവിടെ 3ാമത്തെ യൂണിറ്റ് 4ാമത്തെ യൂണിറ്റ് അറബിക്കിലും ഉറുദുവിലും ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും മെയിൻ ആയിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് ഇപ്പോഴേ പഠിച്ചു തുടങ്ങിയോളാ. കുറേ ദിവസങ്ങളൊന്നുമില്ല, ഇനി വളരെ ചില്ലായിട്ടുള്ള ദിവസങ്ങളാണ്. അപ്പൊ നിങ്ങൾ അടിപൊളിയായിട്ട് കൂടെ ഒന്ന് സെറ്റപ്പ് ചെയ്ത് തുടങ്ങിക്കോളി. ആൻഡ് ഏറ്റവും ബെസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തിരിക്കണം. ഈ ഒരു ക്രിസ്മസ് എക്സാം ഒന്ന് കവർ ചെയ്യണം. അതിന് വേണ്ട ഒരുപാട് റിസോഴ്സുകൾ നമ്മുടെ ചാനലിലുണ്ട്. അപ്പൊ നിങ്ങൾ അതൊക്കെ എടുത്ത് യൂട്ടിലൈസ് ചെയ്യുക. അതേപോലെ മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഫ്രണ്ട്സുകളിലേക്കും ഒക്കെ ഷെയർ കൊടുക്കുക. ഇങ്ങനെ ഒരു ചാനൽ ഉണ്ട് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഉഷാറാക്കുക. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കാം. അതിന് പഠിക്കാൻ ഒന്നും പറ്റുന്നില്ലെങ്കിൽ നമ്മുടെ ഡെയിലി ലൈവ് ക്ലാസ്സിലേക്ക് വരണം. റെക്കോർഡ് ക്ലാസ്സുകളൊക്കെ നമ്മൾ തരും, ഷുവർ ക്വസ്റ്റ്യൻസിന്റെ ക്ലാസ്സുകളൊക്കെ തരും. അപ്പൊ അടിപൊളിയാക്കുക, യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.